Hi friends, എൻ്റെ പേര് ശ്രീജിത്ത്. വെൽക്കം ടു ഡേ 10 ഓഫ് യൂട്യൂബ് ട്രെയിനിങ് പ്രോഗ്രാം. ഇതൊരു വെബ് സീരീസ് ആണ്. ഈ വെബ് സീരീസിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ 0 സബ്സ്ക്രൈബേഴ്സ് റേഞ്ചിൽ നിന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് റേഞ്ചിലോട്ട് ഒരു 45 ദിവസം കൊണ്ട് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ട്രിക്സ് ആൻഡ് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൊണ്ടുവരും. നിങ്ങൾ സബ്ഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ വെബ് സീരീസ് ഫോളോ ചെയ്തോളൂ. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്കൊരു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ് എങ്ങനെ നമ്മളെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാം എന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്കും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും എന്ന് പറഞ്ഞിട്ട് 2 സ്ട്രൈക്സ് ഉണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം, നമ്മുടെ ചാനലിൽ യൂട്യൂബ് അപ്ലൈ ചെയ്യുന്ന ഒരു തരം ശിക്ഷ എന്ന് പറയാം, അങ്ങനത്തെ എന്ന് പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ചാനലിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡിസേബിൾ ആയി, ടെമ്പററി അല്ല പെർമനൻ്റ്ലി നമ്മുടെ ചാനൽ ഡിസേബിൾ ആയി നമ്മൾ അതുവരെ ചെയ്ത വർക്ക് എല്ലാം വേസ്റ്റ് ആയി പോകും. സോ ഞാനത് എങ്ങനെ നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് നോക്കുകയാണെങ്കിൽ അതിൽ 3 ലെവലുണ്ട്. സോ ആ 3 ലെവലും നമ്മുടെ ചാനലിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ്, നമുക്ക് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും, അതേപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ അത് നമ്മുടെ ചാനലിൽ എങ്ങനെ ഇമ്പാക്റ്റ് ആവും, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ചാനലിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ അറിയും, അതേപോലെ അതിൽ എന്തൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് കാരണം അതിൽ തന്നെ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട്, ഒരാളൊരു മിസ്റ്റേക്ക് ചെയ്യുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കേസാണ്. സോ അതിനെങ്ങനെ നമ്മൾ മറികടക്കണമെന്ന് യൂട്യൂബ് പറയുന്നുണ്ട്. സോ ഞാൻ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ 3 ഡിഫറെൻറ്റ് സ്റ്റേജസും കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ സാധാരണ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ കണ്ടന്റ് ഇഷ്യൂ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇമെയിൽ വരും. സോ അതുപോലെ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്യൂവിൽ ഡയറക്റ്റിലോട്ട് പോകാൻ പറ്റും. സോ എനിക്കിപ്പോൾ അങ്ങനെ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുക. അത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്രിയേറ്റർ ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് പഴയ ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് ചാനൽ ക്ലിക്ക് ചെയ്താൽ എനിക്ക് എൻ്റെ ചാനലിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ കോപ്പിറൈറ്റ് സ്റ്റാറ്റസും കാണാൻ പറ്റും, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്റ്റാറ്റസും, അങ്ങനെ 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ഇപ്പോൾ എൻ്റെ 2 ഗ്രീനിലാണ് ഉള്ളത്. സോ ലെഫ്റ്റ് നോക്കുകയാണെങ്കിൽ 2, 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ നമുക്കൊരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ബ്ലോക്ക് ലെഫ്റ്റിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് നമ്മളൊരു അഡൾട്ട് കണ്ടൻറ്റ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല, അതേപോലെ ഗാംബ്ലിങ്ങിനെ കുറിച്ചിട്ടുള്ളത് ഷെയർ ചെയ്യാൻ പാടില്ല, പിന്നെ അതേപോലെ നമ്മൾ മിസ്ലീഡിങ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ്സ്, ഫേക്ക് ആയിട്ടുള്ള ഡീൽസ് അങ്ങനെ ഒന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അതേപോലെ യൂട്യൂബിൻ്റെ കുറേ ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സ് ഉണ്ട്, സ്പാമി ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. സോ ആ വെബ്സൈറ്റ്സിലോട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് പോകാൻ പാടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ കണ്ടൻറ്റ് ഒരു തരത്തിലും നമ്മൾ ഹാക്കിങ്ങോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള കണ്ടൻറ്റോ വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടൻറ്റോ അങ്ങനെ ഒന്നും നമ്മൾ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലിങ്ക്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസസിലാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇഷ്യൂ വരിക. സോ വൺസ് ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് വാർണിംഗ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്കൊരു ഇമെയിൽ വരും. സോ ആ ഇമെയിലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയും, അതായത് നിങ്ങൾ എന്തിനാണ് ഏത് ലിങ്കാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തൊരു ലിങ്കിനാണ് നിങ്ങൾക്ക് ഇഷ്യൂ വരുന്നെങ്കിൽ ആ ലിങ്ക് ഏതാണ്, അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് കാണിച്ചിട്ട് നമുക്കൊരു ഇമെയിൽ വരും. സോ ആ ഇമെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് തിരിച്ച് അവരോട് പറയാം അത് അവരുടെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ അവരെ ചലഞ്ച് ചെയ്യാം. അവരത് രണ്ടാമത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾ ചലഞ്ച് ചെയ്തതിൽ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യും.
സോ ഇൻ കേസ് നിങ്ങൾക്ക് ആൾറെഡി വാർണിംഗ് കിട്ടി, ആ വാർണിംഗിന് ശേഷം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ അവരുടെ പോളിസീസ് നിങ്ങൾ വയലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടും. അതായത് ഫസ്റ്റ് യൂട്യൂബ് സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിന് എഫക്റ്റ് ആവും. സോ ഫസ്റ്റ് യൂട്യൂബ് സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിന് എഫക്റ്റ് ആയാൽ അതിൽ ഇൻക്ലൂഡഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഒരാഴ്ചയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പനെയിൽ മാറ്റുക, അങ്ങനെ ഒരു തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള റൈറ്റ്സ് കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്യും. സോ ആ 1 വീക്ക് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇഷ്യൂ ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ആവും. പക്ഷേ സ്ട്രൈക്ക് 90 ഡേയ്സിന് നിങ്ങളുടെ എഫക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. സോ ആ 1 വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നോർമലായിട്ട് യൂട്യൂബ് ചാനൽ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ സ്ട്രൈക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് നിങ്ങൾക്ക് വന്നത് 90 ഡേയ്സിന് അത് അതേപോലെ തന്നെ നിൽക്കും. സോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ടാമത് വീഡിയോ അപ്ലോഡ് ചെയ്തു, എല്ലാം ഓക്കെ ആയി. പക്ഷേ 90 ഡേയ്സ് പീരീഡ് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. സോ ഈ 90 ഡേയ്സ് പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ രണ്ടാമത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്ട്രൈക്ക് കിട്ടും. സോ ഈ സെക്കൻഡ് സ്ട്രൈക്കിൻ്റെ എഫക്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അത് സ്ട്രൈക്ക് കിട്ടിയ അന്ന് തൊട്ട് നിങ്ങൾക്ക് 2 ആഴ്ചത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. സോ അവിടുന്ന് തൊട്ട് പിന്നെയും ഒരു 90 ഡേയ്സ് പീരീഡ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുകയാണ്. അതായത് 90 ഡേയ്സ് പീരീഡിൽ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെയും നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ രണ്ടാമത് കിട്ടിയ സെക്കൻഡ് സ്ട്രൈക്കിൽ നിന്ന് പിന്നെയും നിങ്ങൾക്ക് 90 ദിവസം നിങ്ങളുടെ ഗ്രേസ് പീരീഡാണ്. സോ ആ 90 ദിവസത്തിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ പിന്നെയും നിങ്ങളുടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ലൈൻ നിങ്ങൾ ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തേർഡ് സ്ട്രൈക്ക് കിട്ടും. തേർഡ് സ്ട്രൈക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മെയിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ നിങ്ങളുടെ ചാനലിനെ ഡിസേബിൾ ചെയ്യും. സോ തേർഡ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എൻ്റയറായിട്ട് ക്ലോസ് ആയി. സോ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബ് ചാനലിലും നിങ്ങളുടെ ഡിലീറ്റ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്കത് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആവും. നിങ്ങൾക്ക് യൂട്യൂബ് ജസ്റ്റ് കാണാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഫസ്റ്റ് നിങ്ങൾക്കൊരു വാർണിംഗ് കിട്ടും, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടും. ആ ഫസ്റ്റ് സ്ട്രൈക്ക് 1 വീക്ക് ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. സെക്കൻഡ് സ്ട്രൈക്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്കൊരു രണ്ടാഴ്ച നിങ്ങൾക്ക് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ആ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ രണ്ടാമതും പിന്നെയും നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു തരത്തിലുള്ള ചാൻസ് നമുക്ക് പിന്നെ തരത്തില്ല. അതോടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനൽ എൻറ്റയർലി ഡിസേബിൾ ആവും. പിന്നെ നിങ്ങൾക്ക് ആ ചാനൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേറെ കണ്ടൻറ് ബാക്കപ്പ് ഒന്നുമില്ല, നിങ്ങളെല്ലാം യൂട്യൂബിൽ തന്നെയാണ് എങ്കിൽ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനോ ആക്സസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ആ വീഡിയോസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ ഡിലീറ്റ് ആയി പോകും. പിന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ അതേ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഒരു യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. സോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനലിനുള്ള ഒരു ഇഷ്യൂ ആണ്. സോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ വേറൊരാളുടെ കണ്ടൻറ്റ് നമ്മൾ ഇല്ലീഗലായിട്ട് നമ്മുടെ ചാനൽ യൂസ് ചെയ്യുമ്പോഴാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ വരിക. സോ കോപ്പിറൈറ്റ് ഇഷ്യൂവിന് ഇങ്ങനെ ഡിഫറൻ്റ് ആണ്. അതായത് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾക്ക് നമ്മുടെ കണ്ടൻറ്റ് കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ട് വേറൊരാൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ ഇൻഫോം ചെയ്യും. ആ കോപ്പിറൈറ്റ് ക്ലെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യാം. അതായത് നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളെ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത് ഡിസ്പ്യൂട്ട് ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാം. സോ ഇല്ല, പക്ഷേ നിങ്ങൾ ഇല്ലീഗലായിട്ട് അവരുടെ കണ്ടൻറ്റ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടൻറ്റ് സ്റ്റേക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ തന്നെ നിൽക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് 3 കണ്ടൻറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആവും. സോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നമുക്കൊരു ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ഓരോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും വരുമ്പോൾ പിന്നെ ഒരു 90 ദിവസം നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ ആ ഗ്രേസ് പീരീഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇഷ്യൂ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിസപ്പിയർ ആകും. പക്ഷേ കോപ്പിറൈറ്റ് ക്ലെയിം അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു ചാനലിൽ ഒരു തവണ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റയർ ആ ചാനലിൻ്റെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ സ്ട്രൈക്ക് അവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ അത് തന്നെ നിങ്ങൾക്ക് ടോട്ടലി 3 തവണ നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. സോ ഒരു ചാനൽ ഡിലീറ്റ് ആകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഫുൾ സസ്പെൻഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയൊരു യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല.
സോ ഇപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്കിനെ കുറിച്ചിട്ടും അതേപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ചാനൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു ചാനൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആയി പോകും. സോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ മാക്സിമം യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസും വരാതെ നോക്കുക. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യും, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.